ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് മനുപ്രസാദിൻ്റെ PSCക്കെതിരായിട്ടുള്ള സമരം കടുപ്പിക്കുമെന്നുള്ള പ്രസ്താവന കണ്ടു. കാരണം PSCക്കെതിരായിട്ട് ഇപ്പം കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒരു IG-യുടെ നേതൃത്വത്തിൽ. പക്ഷേ ഭരണഘടനാപരമായ ഒരു പോസ്റ്റിങ്ങിലിരിക്കുന്ന PSC ചെയർമാനെയും മെമ്പേഴ്സിനെതിരായിട്ട് കേരളത്തിലെ പോലീസിന് വിജിലൻസ് ആംഗിലായാലും ശരി ക്രിമിനൽ ആംഗിലായാലും ശരി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ നിയമപരമായിട്ട് സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് നേരത്തെ ഞാൻ പറയുണ്ടായി. കാരണം ഭരണഘടന അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 315 പരിധി വരുന്ന ഒരു പോസ്റ്റിംഗാണ്. അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അതിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അതുപോലെ ഓരോ സ്റ്റേറ്റിലെയും ചെയർമാനെയും മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഗവർണറാണ്. ഇത് ഭരണഘടനാപരമായ ചില പോസ്റ്റിംഗാണ്. അങ്ങനെ ഗവർണർ ഇവിടെ ചെയർമാനെയും മെമ്പേഴ്സിനെയും വയ്ക്കും. സെൻട്രൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇന്ത്യൻ പ്രസിഡൻറ്റ് അവിടെ ചെയർമാനെയും മെമ്പേഴ്സിനെ അവർ അപ്പോയിൻ്റ് ചെയ്യും. ഈ രണ്ട് സംഗതികളും ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 315, 316, 317 പറയുന്ന കാര്യങ്ങളാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് അധികാരമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഹൈക്കോടതിക്കും അധികാരമില്ല. ഭരണഘടനയെ പറയുന്നത് സുപ്രീം കോടതി ഒരു മിസ്കോണ്ടക്റ്റ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, സ്വജനപക്ഷപാതം, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ മാർക്സിനകത്ത് ചില വെട്ടിച്ചുരുക്കലും അല്ലെങ്കിൽ അതിനകത്ത് ചില വാല്യുവേഷനിൽ ചില കൃത്യമൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള മിസ്കോണ്ടക്റ്റുകൾക്ക് പലതും നടന്നാൽ തന്നെ അത് അന്വേഷിക്കാനായിട്ട് അതാത് സ്റ്റേറ്റ് പോലീസിന് അധികാരമില്ല. അത് ഭരണഘടന 315, 316, 317 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ മിസ്കോണ്ടക്റ്റ് ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ അറിയിക്കുക. സുപ്രീം കോടതി ഒരു പരാതിയായിട്ട് കൊടുക്കുക. ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അലിഗേഷൻസ് പറഞ്ഞാൽ സുപ്രീം കോടതി അത് പരിശോധിക്കും. അതിൻ്റെ അകത്ത് കോഗ്നിസൻസ് ഉണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയാൽ സുപ്രീം കോടതി അതേപ്പറ്റി ഓർഡേഴ്സ് പാസ്സാക്കും. ഇന്ത്യൻ പ്രസിഡന്റ് റെഫർ ചെയ്യും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 315, 316, 317 അഡ്വക്കേറ്റ് ജനറലും അതോടൊപ്പം തന്നെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നോക്കണം. കാരണം ഇപ്പോഴത്തെ അന്വേഷണത്തിന് അവർ അനുമതി കൊടുത്തു, അതിന് നിയമപരമായ സാധുതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഭരണഘടനയുടെ ഈ വകുപ്പ് പ്രകാരം അതിന് സാധിക്കുമോ? അങ്ങനെ ഒരു അന്വേഷണം നീട്ടിക്കൊണ്ടുപോയാൽ അത് PSC അത് നിസ്സഹരിക്കാം. അവർ നിസ്സഹരിച്ചാൽ അവരെ ഒന്നും ചെയ്യാൻ ഒക്കില്ല, അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഭരണഘടന പറഞ്ഞിരിക്കുന്ന പ്രകാരം അതിന് ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിന് അധികാരമില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു റിട്ടോ ഒരു പരാതിയോ ഹൈക്കോടതി കൊടുത്താൽ ചിലപ്പം ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചെന്ന് വരും. പക്ഷേ നടപടിയൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. അതിനകത്ത് സുപ്രീം കോടതി പോകണം എന്ന് തന്നെ പറയും. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണം കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ടാണ് അത് തുറന്നു പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യം കൂടെ പരിശോധിച്ചിട്ട് വേണം PSCയിലെ ഈ അഴിമതിയും അതേപ്പറ്റിയായിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് വർഷക്കണക്കിന് നീണ്ട ഒരു അന്വേഷണം കൊണ്ട് അതിനൊരു റിസൾട്ട് ഇല്ലാതെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് യുവമോർച്ചയുടെ ആൾക്കാർ ഇപ്പം സമരം ശക്തമായി നടത്തും എന്ന് പറഞ്ഞത് ആ മനുപ്രസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷൻ നല്ല കാര്യം. അങ്ങനെയെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇതുമായിട്ടൊരു പരാതി കൊടുക്കുന്നത് ഉചിതമായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസിലല്ല പരാതി കൊടുക്കേണ്ടത്, ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചിലും അല്ല, സുപ്രീം കോടതി ഈ യുവമോർച്ചയുടെ ആൾക്കാരും ഒരു പരാതി കൊടുക്കുക. ഈ ആരോപണങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ അവിടുന്ന് വേണ്ടിയിട്ട് അത് ഇന്ത്യൻ പ്രസിഡന്റിനെ അറിയിക്കും. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഗവർണർക്ക് അറിയിക്കും. അങ്ങനെ നടപടി സാങ്ഷൻ വരും. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ.